അല്ല ഞാൻ വേറെ കാര്യം കേട്ടി, ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒരു ഏലിയനും ആക്കിലും ഉണ്ടായിരുന്നില്ല, അവരെവിടെ പോയി? കഴിഞ്ഞ എവിടെ മനോജെ? ഏത് മൂഡ്? മിമിക്രി മൂഡ്. വാ. എടാ ഏലിയൻ ചിരിക്കുന്നു. അയ്യോ ചിരിയടാ, ഒന്നും ചിരിയടാ. 3 മണിക്കൂർ കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ ഇവന്റെ വാ കീറി പോയി. അങ്ങനെ ചിരിപ്പിച്ച എന്റെ കയ്യിലാണ് വന്ന് പെട്ടത്. ഒന്നും പറയാൻ പറ്റില്ല. വന്ന് ഇവിടെ ഏലിയൻ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്യുമായിരുന്നല്ലോ. എല്ലാവരുടെ കയ്യിൽ നിന്നും മിമിക്രി പഠിക്കുന്നു, അവരെ പരിചയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അല്ല, നാളെ ന്യൂസ് വൈറ്റില പോലീസ് മാട്ടിച്ചേട്ട ഏലിയനെ പിടിച്ചു. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാൻ വേറൊരു ഏലിയ ID കാർഡ് ഇട്ട് വന്നിരിക്കും. എന്നിട്ട് ഈ ഏലിയൻ എന്തെങ്കിലും പഠിച്ചോ? ഏലിയൻ എന്തൊക്കെ പഠിച്ചെന്നാ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ എല്ലാരും കേൾക്കണം. ഞാൻ വിചാരിച്ചല്ല നമ്മൾ മനുഷ്യന്മാര് പോലും ഇത്ര പെട്ടെന്ന് ഒരു ഐറ്റവും പഠിച്ചെടുക്കൂല. ഒന്നും എത്ര പെട്ടെന്ന് പറയാ മിമിക്രി പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് ഭയങ്കര പ്രയാസമുള്ള പരിപാടിയാണ് ഈ വെടിക്കെട്ട്. ഏറ്റവും പെട്ടെന്ന് പഠിച്ച അതായിരുന്നു വെടിക്കെട്ട്. 2 സാധാരണ നേരത്തെ വന്ന പോലെ ഇപ്പൊ എന്റെ അടുത്ത് പറയല്ലേ, ഞാൻ അവിടെ വരുമ്പോ വെടിക്കെട്ട് ചെയ്യും, അത് മാത്രം പോലെ എനിക്ക് ഹാൻഡ് മൈക്കും വേണമെന്ന്. അപ്പം പ്രൊഫഷണലായേ അത് ചോദിക്കോ? പ്രൊഫഷണലായ ഒരു ഹാൻഡ് മൈക്ക് ആരെങ്കിലും ഒരു ഹാൻഡ് മൈക്ക് കൊടുക്കും. പ്രൊഫഷണലായി ഞാൻ തന്നെ തരാം. ഇത് പ്രൊഫഷണൽ മൈക്ക്. അതാണ് ജുബ്ബ ഇട്ടേക്കണ. പൊളിക്കും. അസീസ നിനക്ക് കഷ്ടപ്പെട്ടാണ് ഒരു മൈക്ക് ഒപ്പിച്ചു തന്നത്. അത് അയ്യോ ഓക്കെ, ജയിലിൽ കിടക്കുന്ന പോലെ മൈക്ക് അല്ലേ? അല്ല പറ്റോ, ജയിലിൽ കിടക്കും പോലെ. വേറൊരു അന്യഗ്രഹത്തിൽ നിന്നും കേരളത്തിൽ ഇത്തിരി മിമിക്രി പഠിച്ച് പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റായി മാറിയ ഞങ്ങൾ മലയാളികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്ന വെടിക്കെട്ട്. മുത്തുക്കട ഒന്നാണ്ട, മുത്തുക്കട വേണ്ട, 2 മുത്തുക്കട. ഒന്നുകൂടാ. ഇത് ഒരാളുടെ വായിൽ നിന്നും 2 ആളുടെ ശബ്ദം വന്നു. ഇതല്ലേ ആർട്ടിഫിഷ്യൽ പഠിപ്പിച്ചു കൊടുത്തത് മറന്നുപോയത്. അതെ, കണ്ടത് ആരാ ഹരിശ്രീ എഴുതിയത്? എല്ലാരും ശരി നിർത്തിക്കോ. എന്താണ് അടുത്ത ഐറ്റം? അടുത്ത ഐറ്റം എന്താ? നമ്മള് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറയാം. പക്ഷേ ഈ എനിക്കില്ലെന്ന് നോക്കി. ഏലിയൻ അപ്ഡേഷൻ ഉണ്ട്. നേരത്തെ അവിടെ നിന്നിട്ട് നമ്മൾ ഏലൂർ ജോർജ് ചേട്ടൻ ജോർജ് സാറിന്റെ ശബ്ദം ചെയ്തില്ലേ? അപ്പൊ പുള്ളി അപ്പ എന്റെ അടുത്ത് പറഞ്ഞു, മനോജ് പറഞ്ഞു എനിക്ക് പുതിയ ഐറ്റം കിട്ടി. ഏത്? തുടരുമില്ല ജോർജ് സാറിന്. സത്യം ഇല്ലടാ, പറഞ്ഞില്ലടാ? പറഞ്ഞു. അതോ പറയിപ്പിച്ചോ? ശരി, അപ്പൊ അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോർജ് സാറിന്റെ വോയിസ് ആണോ കേൾക്കുന്നത്? ജോർജ് സാർ, അതായത് തുടരും സിനിമയിലെ നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്നു. തുടരും സിനിമയിലെ ജോർജ് സാർ. കേൾക്കാം. മോനെ, ഞാനിവിടെ വന്നിട്ട് 12 മണിക്കൂറായി. ഇതിനിടയ്ക്ക് പല മിമിക്രി ഞാൻ കണ്ടിട്ടുമുണ്ട്, കണ്ട് പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറയാണ്, ഈ ഏലിയൻ മിമിക്രിയിൽ തുടരുന്നെ ചെയ്യും. അഖിലേ, ആ മനോജിന് ശേഷം ഒരു സാധനം കിടപ്പില്ലേ? മാറ്റാൻ പറ്റുമോ? അതൊരു പ്രശ്നമുണ്ടല്ല. ഇവന്റെ കഞ്ഞി കൂടിയൊക്കെ എന്റെ വീട്ടിലായിരുന്നേ. എന്റെ റേഷൻ കാർഡിൽ അവന്റെ പേരുണ്ട്. അല്ല, അത് മാത്രല്ല, ഇനി അവൻ ആകാശത്ത് ചെന്നിട്ട് ബഹിരാകാശത്ത് ചെന്നിട്ട് പറയാം, അസീസ് നെടുമങ്ങാടക്ക് എന്റെ കൂട്ടുകാരനാണ്. കണ്ണൂർ സ്കോഡ് 3-4 വട്ടം ഓടും അവിടെ. നമുക്ക് പറ്റിയ പരിപാടി എന്താ അറിയാമോ? ഇതിനിപ്പോ കുറച്ച് സമയമല്ലേ കിട്ടിയുള്ളൂ. ഇവനെ നമുക്ക് പ്രസാദ് ഏട്ടന്റെ കലാഭവനിലോട്ട് തന്നെ വിടാം. ഇവ അവിടെ പോയി പഠിക്കട്ടെ. പഠിച്ചിട്ട് അടുത്ത വർഷം ഓണത്തിന് ഗുഡ് ഐഡിയ മിമിക്സ് പരിപാടി വിടാം വിത്ത് സ്പോട്ട് ഡബ്. ഓക്കെ, അത് ഏതെന്ന് പറയാ സ്പോട്ട് ഡബ് ചെയ്യുന്ന അവതാർ. നമുക്ക് കാണാം.